ഡിഗ്രി ലെവൽ പ്രിലിംസ് എഴുതിയ അന്ന് തൊട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ കാണും. കാരണം ഡിഗ്രി മെയിൻസിന് ഞാൻ പ്രിപ്പയർ ചെയ്യണോ, പ്രിപ്പയർ ചെയ്താൽ എനിക്ക് എത്രയ്ക്ക് മാർക്ക് കാണുമോ, എല്ലാവരുടെ അത്രയൊന്നും എനിക്ക് മാർക്കില്ല, അപ്പം ഞാൻ പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ടൈം വേസ്റ്റ് പോലെ ആവില്ലേ, അങ്ങനെയുള്ള ചിന്തകളൊക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ. നിങ്ങൾ തന്നെ ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിലും ഇങ്ങനെ കട്ട് ഓഫ് പ്രഡിക്ഷനൊക്കെ പോയി കാണുന്നവരുമായിരിക്കും. അപ്പം ഞാനൊരിക്കലും കട്ട് ഓഫ് പ്രഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ ഡിഗ്രി മെയിൻസിന് പഠിക്കണോ എന്ന് പറയാനോ അല്ല വന്നിരിക്കുന്നത്. നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, കട്ട് ഓഫ് എന്ന് പറയുന്നത് നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഓരോരുത്തർക്കും ഓരോ റേഞ്ചേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അറ്റ് ലാസ്റ്റ് PSC ആണ് എത്രയാണ് നമ്മുടെ കട്ട് ഓഫ് എന്ന് പറയേണ്ടത്. അപ്പോൾ പ്രിലിംസ് നിങ്ങൾ മാക്സിമം എഫോർട്ട് ഇട്ട് പഠിച്ചു. അപ്പോൾ നിങ്ങൾക്ക് പ്രിലിംസിന് ആ ഒരു കട്ട് ഓഫ് കടക്കാൻ പറ്റുകയോ പറ്റാതിരിക്കുകയോ ചെയ്യട്ടെ. നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങളിപ്പോൾ ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഡൗട്ട്ഫുൾ ആയിട്ടിരിക്കുവാണെങ്കിൽ നിങ്ങൾ ഇതുവരെ ഇട്ട എഫോർട്സ് ഒക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. അപ്പോൾ അതേസമയം നിങ്ങൾ ഇതുവരെ ഉള്ളതൊക്കെ പോട്ടെ, ഇനി മുതൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് നല്ല അവസരങ്ങളൊക്കെ ഇനിയും വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്ന് തൊട്ടെങ്കിലും, ഇനിയുള്ളത് പോട്ടെ, ഇന്ന് തൊട്ടെങ്കിലും ഈ കട്ട് ഓഫ് എത്രയായിരിക്കും എന്നുള്ള ടെൻഷൻ അടിച്ചിട്ട് ഉള്ള സമയം പാഴാക്കാതിരിക്കുക. അപ്പം നിങ്ങൾ തന്നെ നോക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു PSCയുടെ തന്നെ 3rd സ്റ്റേജും കഴിഞ്ഞിട്ട്, ജൂണിലായിരുന്നു പ്രിലിംസിൻ്റെ 3rd സ്റ്റേജ്, അതും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 1 month 2 month ഒക്കെ ഏകദേശം ആകാറായി. ഇപ്പോഴും നിങ്ങൾ ഈ പ്രിലിംസിൻ്റെ പുറകെ നടക്കുവാണെങ്കിൽ ആക്ച്വലി നിങ്ങളുടെ ഒരു മോസ്റ്റ് ഓഫ് ദി ടൈം നിങ്ങൾ വേസ്റ്റ് ആക്കി കഴിഞ്ഞു. ഇപ്പം പലരും പറയും 40 വേണം, ചിലർ പറയും 50 വേണം, അങ്ങനെ പല പല കട്ട് ഓഫ് പറയും. അപ്പം നമ്മൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട. ഇപ്പോൾ ഈ ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസ് കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഇപ്പം നമുക്ക് ഡിഗ്രി ലെവൽ എക്സാംസിൻ്റെ അല്ലെ പ്രിലിംസിൻ്റെ സെയിം സിലബസ് ഒക്കെയാണ് ഏകദേശം ഈ VFAക്കൊക്കെ വരുന്നത്. അതുപോലെ നമുക്ക് 10th പ്രിലിംസ് വരുന്നുണ്ട് ഇനിയുള്ള എക്സാംസിൽ. പിന്നെ ജൂനിയർ പ്രൊജക്ട് അസിസ്റ്റൻറ്റ് കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആ എക്സാം വരുന്നുണ്ട്. ലീഗൽ മെട്രോളജി അസിസ്റ്റൻറ്റ്, ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ, ഇതൊക്കെ ഓൾറെഡി സെപ്റ്റംബറിലും അതുപോലെ തന്നെ ഓഗസ്റ്റിലും ഒക്കെ ആയിട്ട് നടക്കുന്ന കുറേ എക്സാംസാണ്. അപ്പം നിങ്ങളിപ്പോൾ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ടൈം വേസ്റ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് ഇനിയിപ്പോൾ മെയിൻസിൻ്റെ നിങ്ങൾക്ക് പ്രിലിംസ് കട്ട് ഓഫ് കടക്കുവാണെങ്കിൽ ഉപകാരപ്പെടും, അല്ല കടന്നില്ലെങ്കിലും ഇനിയുള്ള എക്സാംസിനൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളിപ്പം 10th പ്രിലിംസിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായില്ലേ, ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഡിഗ്രി ലെവൽ പഠിക്കുന്നവർക്ക് ഒരു പ്രിഫറൻസ് അല്ലെങ്കിൽ അവർക്കൊരു അഡ്വാൻറ്റേജ് കാണും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കട്ട് ഓഫിനെ കുറിച്ച് ചിന്തിക്കാതെ കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്സ്, ഇപ്പോൾ കേരള ഹിസ്റ്ററിയും ജോഗ്രഫിയും അതുപോലെ തന്നെ ഈ കേരള ഗവർണൻസും, മാത്സ് ആവട്ടെ മലയാളം ആവട്ടെ ഇംഗ്ലീഷ് ആവട്ടെ, ഇതൊക്കെ ഓൾറെഡി നമുക്ക് എല്ലാ എക്സാംസിനും വേണ്ടതല്ലേ. അപ്പോൾ ഈ പ്രിലിംസ് കടക്കുമെന്ന് ഓർത്ത് നമ്മൾ അത് പഠിക്കാതിരിക്കേണ്ട. ഇപ്പം മെയിൻസിനെന്ന് പറയുമ്പോൾ സ്പെഷ്യലായിട്ട് വരുന്നത് കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്സാണ്. അപ്പോൾ ആ സ്പെഷ്യൽ ടോപ്പിക്സ് മാത്രം നിങ്ങളിപ്പോൾ വേണമെങ്കിൽ പഠിക്കേണ്ട. നിങ്ങൾക്കിപ്പോൾ ഡൗട്ട്ഫുൾ ആണെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് കവർ ചെയ്യാമല്ലോ. പേപ്പർ 1 ഫുള്ള് കവർ ചെയ്ത് വെക്കാൻ പറ്റുമല്ലോ. അപ്പോൾ മാക്സിമം ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ എഫോർട്ട് ഇടുക. ഇനി നമ്മൾ ഇനിയുള്ള ഡിഗ്രി ലെവൽ എക്സാംസ് കുറേ വരാനുണ്ട്. അപ്പോൾ അതായത് അസിസ്റ്റൻറ്റ് മാനേജർ, ജൂനിയർ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ, സബ് ഇൻസ്പെക്ടർ, LSGD സെക്രട്ടറി, പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ, ഇങ്ങനെയുള്ള നോട്ടിഫിക്കേഷനൊക്കെ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടും. ഇനിയുള്ള പ്രിലിംസൊക്കെ നിങ്ങൾക്ക് നല്ല സ്കോർ വാങ്ങാം. ഇനിയുള്ള എക്സാംസ്, ഇനി വരുന്ന എക്സാംസ് ഏതൊക്കെയാകട്ടെ അതിലൊക്കെ നിങ്ങൾക്ക് നല്ലോണം മാർക്ക് കിട്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും കഴിഞ്ഞു പോയ പ്രിലിംസിൻ്റെ കട്ട് ഓഫിനെ ഓർത്തിട്ട് ഇനി വിചാരിച്ചുകൊണ്ടിരിക്കരുത്. ഇന്ന് തൊട്ടെങ്കിലും തുടങ്ങുക. കാരണം നിങ്ങൾ വിചാരിക്കുന്ന പോലെ നല്ല കോമ്പറ്റീഷനാണ്. അപ്പോൾ എല്ലാവരും എപ്പോഴും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളിപ്പോൾ വേസ്റ്റ് ആക്കുന്ന സമയമൊക്കെ പിന്നെ നിങ്ങൾക്ക് ആ ടെൻഷൻ കൂട്ടത്തേ ഉള്ളൂ. നിങ്ങൾ പ്രിലിംസിൻ്റെ കാര്യം പറഞ്ഞ് കുറേ ടെൻഷൻ അടിച്ചിട്ട് ലാസ്റ്റ് എങ്ങാനും നിങ്ങൾ മെയിൻ ലിസ്റ്റ് വരും, അതായത് നിങ്ങൾക്ക് പ്രിലിംസ് കട്ട് ഓഫ് കടക്കുവാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, നിങ്ങൾ 2 മാസം 3 മാസം പോയി, പിന്നെ മെയിൻസ് ലിസ്റ്റ് വരാൻ നിങ്ങൾ അത്രയും കഷ്ടപ്പെടണം. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുവാണ്, കട്ട് ഓഫ് ഒന്നും നോക്കുന്നില്ല, പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയുള്ള എക്സാംസ് VFA ഒക്കെ സൂപ്പറായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. VFAയുടെ സിലബസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഡിഗ്രി ലെവൽ ആ ഒരു ഉള്ള മെയിൻസിനാകട്ടെ പ്രിലിംസിൻ്റെ ആ സിലബസുമായിട്ട് നല്ലതായിട്ട് സിമിലർ ആണ് ഈ ടോപ്പിക്സ് ഒക്കെ. അപ്പം നിങ്ങൾ ആ ഒരു ടോപ്പിക്സ്, കോമൺ ടോപ്പിക്സ് എടുത്ത് വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. അപ്പം നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങൾ കൂടുതൽ ശ്രമിക്കുക. നമ്മൾ ഒരു എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ അടുത്ത ലെവൽ എക്സാംസിനെ കുറിച്ചിട്ട് നന്നായി മനസ്സിലാക്കി നമ്മുടെ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കി ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇനിയെങ്കിലും കട്ട് ഓഫ് എന്ന് പറഞ്ഞിരിക്കാതെ പ്രിപ്പറേഷൻ തുടങ്ങുക. നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങൾക്ക് ഈ ഒരു പ്രിപ്പറേഷൻ ജേർണി വന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങളും പ്രിലിംസ് എന്ന് പറഞ്ഞിരിക്കുവാണോ, കട്ട് ഓഫ് കോർത്തിരിക്കുമായിരുന്നോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് അടുത്ത